ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिका कांद राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 8 ആറാമത്തെ ശ്ലോകം മുതൽക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. യം യം വാപി സ്മരൺ ഭാവം ത്യജതന്തെ കലൈവരം തം തം ഏവ ഇതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിതഃ. യം യം വാപി സ്മരൺ ഭാവം ത്യജതന്തെ കലൈവരം തം തം ഏവ ഇതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിതഃ. ഓക്കെ, സുജയ പ്രഭു മാതാജി. हरे कृष्ण प्रभु जी। यम यम वापि स्मरन् भावं त्यजत्यन्ते कलेवरं तं तं एवैति कौन्तेय सदा तद्भाव भाविता. Hare Krishna Prabhu. Hare Krishna. Whatever state of being one remembers when he quits his body, O son of Kunti, that state he will attain without fail. Very good. Whatever state of being one remembers when he quits his body, O son of Kunti, that state he will attain without fail. നമ്മൾ മരണസമയത്ത് എന്താണോ നമ്മൾ സ്മരിക്കുന്നത് അതിനനുബന്ധിച്ചുള്ള നമുക്ക് ഒരു സ്റ്റേറ്റ്, അതിനനുബന്ധിച്ചിട്ടുള്ള ഒരു ലോകം നമുക്ക് പ്രദാനം ചെയ്യും ആര്? ഭഗവാൻ. അപ്പോൾ അങ്ങനെ മരണസമയത്ത് നമുക്ക് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യണം, ഭഗവാനെ സ്മരിക്കണം. അപ്പോൾ ആ പ്രിപ്പറേഷനാണ് നമ്മുടെ ചാൻഡിങ്. കൗമാരം മുതൽ തന്നെ ഇത് തുടങ്ങിയാലാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാന്റെ സ്മരണ വരും, ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവും. അല്ലാതെ നമുക്ക് അവസാന സമയത്ത് ഞാൻ ഭഗവാനെ ഓർക്കാം, ഞാൻ ഇപ്പൊ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കില്ല. ഒരു ദിവസം കുട്ടികൾ, ഇന്നത്തെ കാലത്ത് കുട്ടികള് പരീക്ഷയുടെ തലേ ദിവസം ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ആ കാര്യം നടക്കില്ല. കാരണം നമ്മൾ ഹോൾ ആ ഒരു ടൈം പീരീഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്മരണ ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് കൂടുതൽ നമ്മൾ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെട്ടിരുന്നത് അതായിരിക്കും എപ്പോഴും നമ്മളുടെ അവബോധത്തിലുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൗമാരം മുതൽക്ക് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് കൗമാരം ആചര്യത് പ്രാജ്ഞു അല്ലെ, ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷ്യം ജന്മ തദപി അർത്ഥതം അധ്രുവം. കാരണം വെച്ചാൽ ഈ മനുഷ്യ ജന്മം വളരെ ദുർലഭമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. എന്താണ് ദുർലഭം എന്ന് പറയാൻ കാരണം നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ ജന്മമാണ്, മനുഷ്യ ജന്മമാണിത്. നമ്മൾ വൃക്ഷങ്ങളായിരുന്നു, ചെടി കൊടികളായിരുന്നു, കൃമി കീടങ്ങളായിരുന്നു, പക്ഷികളായിരുന്നു, ജലജീവികളായിരുന്നു. എന്നിട്ട് മനുഷ്യ ജീവിതം കിട്ടിയത്. മനുഷ്യ ജീവിതം കിട്ടിയാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കൂ? മനുഷ്യ ജീവിതം കിട്ടിയാലും രക്ഷപ്പെടില്ല. മനുഷ്യരിലും എത്രയാണ്? 4 ലക്ഷം അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്.
ഡിഫറെൻറ്റ് കോൺഷ്യസ്നെസ് ഉണ്ട്. അതിൽ മനുഷ്യരിൽ ദേവി ദേവതമാരും പെടും, കിന്നരന്മാരും ഉണ്ടായിരിക്കും, ചാരണന്മാരുണ്ടായിരിക്കും, ഗന്ധർവന്മാരുണ്ടായിരിക്കും, രാക്ഷസാക്ഷ, യക്ഷാസ്, ഇതെല്ലാം കൂടിയതാണ് ഈ 4 lakhs. ഡിഫറെൻറ്റ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ നമ്മളുടെ കോൺഷ്യസ്നെസ് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അവബോധത്തോടെയാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും യുണീക്കായെന്ന് പറയുന്നത്. ഒരു ഡ്യൂപ്ലിക്കേഷൻ കാണില്ല, അല്ലേ? ആരെപ്പോലും മനുഷ്യന് മാത്രമല്ല, ഒരു ജീവജാലങ്ങളും ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആണ് ഭഗവാന്റെ ആ സൃഷ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യരായി ജനിച്ചു. എത്രയോ ജന്മം മനുഷ്യരായിട്ട് ജനിച്ചാൽ മാത്രമേ നമുക്ക് ഭക്തനായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം മനുഷ്യരിലും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. മനുഷ്യര് നമ്മൾ ബ്രോഡായിട്ട് തരംതിരിക്കുമ്പോൾ എന്താണ് കാറ്റഗറീസ്? സിവിലൈസ്ഡ്, അൺസിവിലൈസ്ഡ്. നമ്മൾ ഏതിൽ പെടുന്നു നമ്മൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, നമ്മൾ സിവിലൈസ്ഡ് പെടുമോ അൺസിവിലൈസ്? അൺസിവിലൈസ് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന് പറ്റിയ ക്ലാസ് അല്ല അത്. ഓക്കെ, നോട്ട് ദ റൈറ്റ് ഫോറം ടു സ്പീക്ക് അബൌട്ട് അൺസിവിലൈസ്ഡ് പീപ്പിൾ. അപ്പൊ അൺസിവിലൈസ്ഡ് പീപ്പിൾ പറഞ്ഞ ധർമ്മം ആചരിക്കാത്ത ആൾക്കാരാണ്. ധർമ്മം ആചരിക്കാതെ ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭി നരാനാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷു ധർമ്മേണ ഹീന പശുഭി സമാനം. ധർമ്മേണ ഹീന പശുഭി സമാനം. ധർമ്മം നമ്മൾ ആചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പശുക്കളാണ്. അപ്പൊ 2 കാലിൽ നടക്കുന്ന ജീവികളാണെങ്കിലും കൂടിയിട്ട് നമ്മൾ സംസ്കാരമില്ലാത്ത ആൾക്കാരാണ്. ധർമ്മം ആചരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സംസ്കാരമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ കാറ്റഗറി ഇല്ല. അപ്പൊ ധർമ്മം നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കണ്ടീഷൻ? ധർമ്മം പാലിക്കുക എന്ന് പറഞ്ഞാൽ 4 നിയമങ്ങൾ പാലിക്കുക. ആ 4 നിയമങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾ അറ്റ്ലീസ്റ്റ് ദീക്ഷ എടുത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് 4 നിയമങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ 4 നിയമങ്ങൾ പാലിക്കാത്ത ആൾക്കാരെ മനുഷ്യരായിട്ട്, സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അൺസിവിലൈസ്, സംസ്കാരമില്ലാത്ത. അപ്പോൾ ആ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. അപ്പോൾ മനുഷ്യരിൽ ബ്രോഡായിട്ട് 2 കാറ്റഗറി, സിവിലൈസ് ആൻഡ് അൺസിവിലൈസ്. അൺസിവിലൈസ് നമുക്ക് മാറിയെടുത്താം സിവിലൈസ്. അപ്പൊ നമ്മളെല്ലാം സിവിലൈസ് ആണെന്ന് കരുതുക കുറച്ച് നേരത്തിന്. ഓക്കെ, അപ്പൊ ആ സിവിലൈസിലും എന്താണ്, അതിലും ലിപ് സർവീസ് എന്നാണ്. ധർമ്മം ആചരിക്കുന്ന ആൾക്കാരുണ്ട്. സിവിലൈസ് ആൾക്കാര്, ധർമ്മം ആചരിക്കുന്ന ആൾക്കാർ എന്താ പറയാ? ധർമ്മം ആചരിക്കുന്നില്ല, ധർമ്മം ആചരിക്കുന്നു എന്ന് നടിക്കുന്ന ആൾക്കാരുണ്ട്. ലിപ് സർവീസ് മാത്രം ചെയ്യുന്ന ആൾക്കാർ. വേദങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് പ്രാബല്യത്തിൽ അത് കൊണ്ടുവരുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മൾ വെറും സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജപിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അറിയാം നമുക്ക്. അവരെ വേദമുഖമാനെ എന്ന് പറയുന്നു. ലിപ് സർവീസ്, വേദമുഖമാനെ, വെറും ലിപ് സർവീസേ ഉള്ളൂ, അവരൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെയും നമുക്ക്, അത് 50% മനുഷ്യരിൽ ധർമ്മം ആചരിക്കുന്നു പറയുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരും ലിപ് സർവീസ് മാത്രമേ ഉള്ളൂ, ആചരിക്കുന്നില്ല. അപ്പൊ അവരെ അതിൽ 50% മാറ്റിയെടുത്താം. ബാക്കിയുള്ള ആൾക്കാരില് കർമ്മനിഷ്ഠ. എന്താണ് കർമ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ? കർമ്മം ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? അവനവന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. അവനവന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു, അല്ലേ? നമ്മൾ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ പോകുന്നു, വഴിപാട് ചെയ്യുന്നു, എനിക്ക് അത് വേണം, ഇത് വേണം, 10 രൂപ ഉണ്ടിപ്പട്ടിയിൽ ഇടുന്നു, 1 കോടി ലോട്ടറി അടിക്കണം, അല്ലെ? ഒരു വളക്കുമാലം ചെയ്യുന്നു, എനിക്ക് നല്ല ജോലി കിട്ടണം. പിന്നെ ചെയ്യുന്നു ഒരു പുഷ്പാഭിഷേകം, അല്ലെങ്കിൽ നെയ്യിന്റെ അഭിഷേകം, അല്ലെങ്കിൽ ചന്ദനം ചാർത്തല്. എന്താണ്? എനിക്ക് നല്ലൊരു വരനെ കിട്ടണം, നല്ലൊരു വധുവിനെ കിട്ടണം, നല്ല മക്കളെ കിട്ടണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഷോപ്പിംഗ് ലിസ്റ്റായിട്ട് ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നു. ഒരു ഡീലിംഗ് മാത്രം. അവരെന്താണ്? കർമ്മനിഷ്ഠ. അപ്പൊ അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് കർമ്മനിഷ്ഠ ആൾക്കാരിൽ ഒരാളെയാണ് നമുക്കൊരു ജ്ഞാനി ആയിട്ട് വരുള്ളൂ. അങ്ങനെ എത്രയോ 1000 ജ്ഞാനികളിലാണ് ഒരു ജ്ഞാന ശ്രേഷ്ഠ വരുന്നത്. അതിൽ ജ്ഞാനത്തിൽ ശ്രേഷ്ഠമായത് എത്രയോ 1000 കർമ്മനിഷ്ഠയുള്ള ആൾക്കാരിൽ ഒരു ജ്ഞാനി വരും.
എത്രയോ ജ്ഞാനികളിലാണ് ആ ഒരു ശ്രേഷ്ഠത, ആ ഒരു പൊസിഷനിലേക്ക് എത്രയോ ജ്ഞാന ശ്രേഷ്ഠന്മാരിലാണ് ഒരു മുക്തൻ വരുന്നത്. എത്രയോ മുക്തന്മാരിലാണ് ഒരു ഭക്തൻ വരുന്നത്. അപ്പോ മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രം പോരാ, മനുഷ്യനും ഒരു ഭക്തനായിട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നടക്കണം. മനുഷ്യ ജന്മം കൊണ്ട് എല്ലാവരും ഭക്തനായിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ ഭക്തനേക്കുള്ള ഒരു മനുഷ്യനിൽ നിന്നും ഭക്തനായിട്ട് തീരാനുള്ള ആ ഒരു പ്രയാണം എന്ന് പറഞ്ഞത് വലിയൊരു കടമ്പ കടക്കലാണ്. അപ്പോൾ നമ്മൾ ഭക്തനായി. ആ ഭക്തനോ ഓക്കെ, ഭക്തന്മാരിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസിങ് ഭക്തന്മാരെന്ന് പറയാം. ഓക്കെ, അത് എന്താണ്? കർമ്മമിശ്ര ഭക്ത, ജ്ഞാനമിശ്ര ഭക്ത, അതിനുണ്ട് ഒരുപാട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഭക്തനായിട്ട് എത്തിത്തീർന്നാൽ ഭക്തന് മാത്രമേണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നാമജപം ചെയ്യിച്ചിട്ട് ഭഗവാന്റെ ആ സ്മരണ അന്ധകാലേച്ച മാമേവാസ് യം യം മാപി യം യം മാപി സ്മരൺ ഭാവം എന്ന് പറയുന്ന ആ സമയത്ത് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കളിച്ച് നടന്നാലും കാര്യം നടക്കില്ല. അവസാന നിമിഷത്തിൽ ഞാൻ ഭഗവാനെ ഓർക്കാം എന്നിട്ട് കാര്യം സാധിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. കുട്ടികൾ ലാസ്റ്റ് ഡേ പരീക്ഷയ്ക്ക് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതാൻ നടക്കില്ല, ഓർമ്മ വരില്ല. നമ്മൾ കുറേ മാസങ്ങളെടുത്ത് പഠിച്ചാൽ മാത്രമേ ആ സമയത്ത്. അതേപോലെ നമ്മുടെ ഈ ഹോൾ ലൈഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കൃപ ഉണ്ടായിരിക്കൂ. ഭഗവാന്റെ കൃപ ഇല്ലാതെ നമുക്ക് ഭഗവാനെ സ്മരിക്കാനും പറ്റില്ല. അപ്പൊ ഇതിനെല്ലാം ഒരു സുഹൃതി വേണം, അല്ലെ? ആ സുഹൃതി ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ പലതരത്തിലുള്ള സുഹൃതി, കർമ്മോന്മുഖി സുഹൃതി, ജ്ഞാനോന്മുഖി സുഹൃതി, ഭക്തിയോന്മുഖി സുഹൃതി, അജ്ഞാത സുഹൃതി. അപ്പോ എത്ര നല്ല കർമ്മം ചെയ്താലും ശരി ഒരു ഭക്തനാവാൻ പറ്റില്ല. എത്ര നല്ല ജ്ഞാനിക്കും ഒരു ഭക്തനാവാൻ പറ്റില്ല. ഭക്തനല്ല അവര്. ഓഫ് കോഴ്സ് അത് ലീഡ് ചെയ്യും, ഭക്തനാവാൻ സഹായിക്കും. നല്ല കർമ്മങ്ങളും നല്ല ജ്ഞാനികൾക്കും അവർ ഭക്തനായിട്ടുള്ള ആ മാർഗത്തിലേക്ക് നയിക്കും. പക്ഷെ അവർ ഭക്തനല്ല. എത്ര നല്ല കർമ്മം ചെയ്ത്, എത്ര നല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താലും ശരി അവർ ഭക്തനല്ല. എത്ര വലിയ ജ്ഞാനി ശരി അവർ ഭക്തനാവില്ല. അവർക്ക് മുക്തി കിട്ടുകയായിരിക്കാം, പക്ഷെ ഭക്തനാവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭക്തിയുത സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അജ്ഞാത സുഹൃത്തി നമ്മളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഭക്തനാവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഭക്തി കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ഭക്തി ക്രെഡിറ്റ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അജ്ഞാത സുഹൃതി ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും വൈഷ്ണവന്റെ അഹൈത്തുക്കി കൃപ നമ്മുടെ മീതെ ഉണ്ടായിരിക്കണം. ഇത് മൂന്നല്ലാണ്ട് ഒരു ഭക്തനാവാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം ഭക്തി ചെയ്തിട്ടുള്ള, അതല്ലെങ്കിൽ അജ്ഞാത സുഹൃതി ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ അഹൈത്തുക്കി കൃപ. എങ്ങനെ പ്രഭുപാദര കൃപ വെസ്റ്റേൺ ഡിവോട്ടീസിൽ ഉണ്ടായിരുന്നു, അതേപോലെ നമുക്കും കൃപ കിട്ടണം. ഈ മൂന്ന് വഴിയിലേ നമുക്ക് ഭക്തനാവാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഭക്തനാവാൻ പറ്റില്ല. എത്ര നല്ല കർമ്മം ചെയ്താലും ശരി ഭക്തനായിക്കൊള്ളുന്നു. ഭക്തനാവാൻ അതിൻ്റെതായിട്ടുള്ള ഈ പയസ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം, സ്പിരിച്വൽ ക്രെഡിറ്റ്. നോട്ട് നമ്മൾ പറയുന്ന സാധാരണ പുണ്യമല്ല, സ്പിരിച്വൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. ഭക്തി ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അജ്ഞാത സുഹൃതം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരുടെ അക്കമഴിഞ്ഞ ആ അനുകമ്പ, കൃപ, കടാക്ഷം നമ്മുടെ മീതെ ഉണ്ടായിരിക്കണം. മാത്രം. അജ്ഞാത സുഹൃതി എന്താണ്? അജ്ഞാത സുഹൃതി സിമി മാതാജി ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? എന്താണ് അജ്ഞാത സുഹൃതി? നമുക്ക് പ്രസാദം, ഇപ്പൊ നമ്മള് ഇപ്പൊ സത്സംഗനൊന്നും പോയില്ലെങ്കിലും അറിയാതെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം അജ്ഞാത സുഹൃതിയിൽ വരും. അതെ, തീർച്ചയായിട്ടും. നമ്മളറിയില്ല, നമ്മളിപ്പോ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്ന അറിയില്ല, ആരോ പറഞ്ഞു പക്ഷെ അത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ അനുകമ്പ ഉണ്ടായിരിക്കും, ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും.
അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിവർത്തനം. ഓക്കെ, അപ്പൊ ഭഗവാന്റെ പ്രസാദത്തിനെ നമ്മൾ നിന്ദിക്കാനും പാടില്ല. ചില ആൾക്കാർ നിന്ദിച്ചാൽ എന്താ സമയം? മായാപ്പൂരിലൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഭഗവാന്റെ, അതായത് ജഗന്നാഥന്റെ പ്രസാദമൊക്കെ നിന്ദിച്ചതിന് അവർക്ക് ഒരുപാട് അനുഭവം നമ്മുടെ ജനനിവാസ് പ്രഭുവിന്റെ ബുക്കിലാണല്ലോ അത്. അതെ, അദ്ദേഹത്തിന്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രസാദം കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിൽ കൂടിയിട്ട് കഴിച്ചാൽ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും നമ്മുടെ ഉള്ളിൽ. അജ്ഞാത സുഹൃതി അങ്ങനെ. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ പൈസ ഭഗവാന് വേണ്ടിയിട്ട് സേവനം അറിയാണ്ട് നമ്മൾ ആ ഒരു ടെമ്പിൾ പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ വൈഷ്ണവ സേവയിലോ ഗോസേവയിലോ നമ്മളുടെ പണം നമ്മളറിയാണ്ട് എങ്ങനെയും സേവനത്തിൽ ഏർപ്പെടുത്തിയാൽ അതിന്റെ സുഹൃതി നമുക്ക് കിട്ടും. ഒരുപാട് തരത്തിൽ അങ്ങനെ അജ്ഞാത സുഹൃതി കിട്ടും നമ്മളറിയാതെ, അല്ലേ? അപ്പോ അതിന് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ബൈ ബർത്താണ്, പക്ഷെ അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസമൊക്കെ വളരെ കുറവാണ്. ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പിശുക്കനാണ്. ആള് ഭയങ്കര സ്റ്റിഞ്ചി, മൈസറാണ്. അപ്പൊ ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും പോവും. അപ്പൊ ഒരു ദിവസം കാമുകിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കാമുകിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കൊണ്ട് വലിയ നല്ലൊരു റോസാപ്പൂ കയ്യിലുണ്ട്. അതും പിടിച്ചു പോവാണ്. അത് പിടിച്ചു പോകുന്ന സമയത്ത് ഒരു പാലം ക്രോസ് ചെയ്യണം. അപ്പൊ ഭയങ്കര മഴയും വന്നു. ആ മഴയത്ത് ഇതെല്ലാം പാലൊക്കെ മൂടി. അപ്പൊ അപ്പൊ എന്തായാലും ഈ പൂവ് രക്ഷപ്പെടില്ല. അയാളെങ്ങനെ രക്ഷപ്പെടും? കയ്യിലുള്ളത് പൂവ് അപ്പൊ വെടിച്ചെറിഞ്ഞു അതിലേക്ക്, പുഴയിലേക്ക്. ഗോവിന്ദാ സ്വാഹ എന്ന് പറഞ്ഞു. ഗോവിന്ദനോട് വിശ്വാസം ഉണ്ടായില്ല. എപ്പോഴും പറയുന്ന സാധാരണ ഒരു ഡയലോഗാണ് എല്ലാവരും. ഹരിബോൾ ഹരിബോളോകയാ എന്ന് പറയില്ലേ? അപ്പൊ അതേപോലെ ഗോവിന്ദാ സ്വാഹ പറഞ്ഞിട്ട് ആ റോസാപ്പൂവ് അതിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം പോയി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഹരിബോളായി, പറയും പോലെ. അപ്പൊ എവിടെ പോവാ? ഒരുപാട് പാപം ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെ യമരാജാവിന്റെ കോടതിയിൽ ഹാജരാക്കി. യമരാജാവ് ചിത്രഗുപ്തനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ലെഡ്ജർ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ലെഡ്ജർ എടുത്തുകൊണ്ട് കംപ്ലീറ്റ് റെഡിലാണ്. ഒരു പച്ച മാർക്കും കൂടിയില്ല, ഫുൾ റെഡാണ്. ഓക്കെ, എല്ലാ പാപകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ആരും ചെയ്യാതെ പാപകർമ്മങ്ങളില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇനി അവസാനത്തെ ഒരു വാക്ക് മാത്രം എന്താ, അത് പച്ച കളറുണ്ട്. എന്താണ് ചോദിച്ചു? അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു പുഷ്പം ഭഗവാൻ അർപ്പിച്ചിട്ടുണ്ട്, ഗോവിന്ദാ സ്വാഹ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മാത്രം പച്ചയിലാണ്. അത് മാത്രമേ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഉള്ളൂ. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, സാധാരണ പറയുന്ന ഗോവിന്ദാ സ്വാഹ പറഞ്ഞിട്ട് ഏതായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യട്ടെ. പക്ഷെ അത്രയും അങ്ങനത്തെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടല്ലേ? എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതില് ഒരു ചെറിയൊരു അജ്ഞാത സുഹൃത്തി ചെയ്തു. അപ്പോ യമരാജ് ഒരു കാര്യം ചെയ്യാം, എത്രയോ ജന്മം, എത്രയോ വർഷം നരകത്തിൽ ജീവിക്കണം, ഈ പാപം ചെയ്ത്. പക്ഷെ 10 മിനിറ്റ് സ്വർഗത്തിൽ ജീവിക്കാനുള്ളൊരു അവസരം തരും ഈ ഗോവിന്ദന് ഒരു പുഷ്പം സമർപ്പിച്ചതിന്. അപ്പൊ ആദ്യം ഏതാണ് വേണ്ടത്? ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമാനാണ് ആള്. ഓക്കെ, അപ്പൊ പറഞ്ഞു ആദ്യം എനിക്ക് സ്വർഗം തന്നാൽ മതി. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഞാൻ സ്വർഗത്തിൽ പൊക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം മതി എനിക്ക് നരകം. അപ്പൊ തഥാസ്തു യമരാജാവ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കിങ്കരന്മാരോട് പറഞ്ഞു സ്വർഗത്തിൽ കൊണ്ടുവിട്ടണം പറഞ്ഞു. 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എല്ലാവരും കൂടിയിട്ട് പോയി. സ്വർഗത്തിലെ എവിടെ അമരാവതിയിലെത്തി ഇന്ദ്രന്റെ. അവിടെ നന്ദന ഗാർഡനിലാണ് ആദ്യം ഇറങ്ങുന്നത്. ഫ്ലൈറ്റ് അവിടെ ചെന്ന് ഇറങ്ങിയത്. അപ്പൊ ഭയങ്കര വലിയ ബ്യൂട്ടിഫുൾ ഗാർഡൻസ്, എത്ര തരത്തിലുള്ള ഫ്ലവേഴ്സ് അറിയും. അമ്പരം നിന്നു. ഉടനെ അയാൾ ഇറങ്ങിയ ഉടനെ ആദ്യം ചോദിച്ചെന്തറിയോ? ഒരു വെട്ടുകത്തി. അപ്പൊ പറഞ്ഞു കിങ്കർ, ഈ ആൾറെഡി ഭൂമിയിലെ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടാ വന്നിരിക്കുന്നത്, ഇനി ഇവിടെയും അതാണോ സെയിം കാര്യമാണ് ചെയ്യാൻ പോകുന്നത്? അതൊന്നും പറയാനുള്ള സമയമില്ല, നിങ്ങൾ ഉടനെ എനിക്ക് വെട്ടുകത്തി തരുമെന്ന് പറഞ്ഞു. ശരി, ആഗ്രഹമല്ലേ, വെട്ടുകത്തി കൊടുത്തു. അയാള് നന്ദനന്ദന ഗാർഡനിൽ പോയിട്ട് എല്ലാ പൂക്കളും വേട്ടാൻ വന്ന ഗോവിന്ദാ സ്വാഹ ഗോവിന്ദാ സ്വാഹ ഗോവിന്ദാ സ്വാഹ. അവിടുത്തെ ഗാർഡനിലത്തെ പുഷ്പങ്ങളെല്ലാം വെട്ടിയത്. അപ്പൊ ഒരു പുഷ്പം ഭഗവാനെ സമർപ്പിച്ചതിന് 10 മിനിറ്റ് കിട്ടി.
അത് ഭൂമിയില്. അപ്പൊ സ്വർഗത്തില് അതിലും മീതെ കിട്ടില്ലേ? അപ്പൊ എത്രയോ പുഷ്പങ്ങളെ ഭഗവാനെ സമർപ്പിച്ചു ഗോവിന്ദാസ് പറഞ്ഞിട്ട് വെച്ചു. അപ്പൊ എത്രയോ കൂടുതൽ എത്രയോ കാലങ്ങൾ അദ്ദേഹത്തിന് അവിടെ സ്വർഗത്തിൽ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇത് കിട്ടി അവിടെ സ്വർഗത്തിൽ എന്ന് അത് കഴിഞ്ഞിട്ടേ നരകത്തിൽ പറഞ്ഞു. അപ്പോ കുറെ കാലം സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഒരവസരം, അതായത് ഈവൺ അജ്ഞാത അറിയാതെ നമ്മൾ ചെയ്തതിന് ആ ഒരു ഫലം, ഒരു സ്റ്റോറിയാണത്. എന്തായാലും അതിൻ്റെ ആ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അറിയാണ്ട് സേവിച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ അറിഞ്ഞ് നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് എത്ര ഒരു സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് വാട്ട് എവർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വൺ റിമെമ്പേഴ്സ് വെൻ ഹി ക്വിറ്റ്സ് ഹിസ് ബോഡി, ഓ സൺ ഓഫ് കുന്തി, ദാറ്റ് സ്റ്റേറ്റ് ഹി വിൽ അറ്റൈൻ വിതൗട്ട് ഫെയിൽ. അപ്പോൾ നമ്മളെല്ലാവരും പ്രഭുപാദരെ ആ കൃപാകടാക്ഷം കൊണ്ട് നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കി ഉള്ള ഭക്തിയുത സേവനത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ കലിയുഗത്തിൽ വലിയൊരു കാര്യം, ചെയ്യാനുള്ള ആ ശ്രമം തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? അവർ സിൻസിയർ എഫേർട്ട് എടുക്കുന്നതന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ വളരെ ഇന്റൻസിലി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു നല്ലൊരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ കൃപാകടാക്ഷം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ അവസാന നിമിഷം നമ്മളെ മറന്നാലും ശരി, ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും. So the process of changing one's nature at the critical moment of death is here explained. A person who at the end of his life quits his body thinking of Krishna attains the transcendental nature of the Supreme Lord. എന്താണ് ട്രാൻസെൻഡൽ നേച്ചർ? ഭഗവാനെ സ്മരിച്ച് നമ്മൾ ദേഹം വെടിയുമ്പോൾ നമുക്ക് ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ നേച്ചർ നമുക്ക് ലഭിക്കും. എന്താണത്? സച്ചിദാനന്ദ രൂപം. അരിപോൾ സച്ചിദാനന്ദ രൂപം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ രൂപം എന്താണ്? സട്ടിൽ ആയിട്ടുള്ള സീഡ് ഫോമിലാണ് നമ്മുടെ രൂപം, അല്ലേ? ഹരികൃഷ്ണ പ്രഭുജി, പക്ഷെ നമ്മൾ സോൾ എന്ന് പറയുമ്പോ സച്ചിദാനന്ദമാണെന്നല്ലേ പറയാ? എന്താ പറഞ്ഞ? സോൾ എന്ന് പറയുമ്പോ സച്ചിദാനന്ദമാണെന്നല്ലേ പറയാ? സച്ചിദാനന്ദമാണ്, പക്ഷെ ആവരണം സച്ചിദാനന്ദമല്ലല്ലോ. നമ്മളുടെ രൂപം ഇപ്പൊ കാണുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, ആധ്യാത്മിക ലോകത്തിൽ പഞ്ചഭൂതങ്ങളില്ല. അപ്പൊ നമ്മളുടെ ശരീരവും സോളും മനസ്സും ഇന്റലിജൻസും എല്ലാം സച്ചിദാനന്ദമാവും. ഭൗതിക ലോകത്തിൽ സച്ചിദാനന്ദം നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആവരണം എന്താണ്? ഭൗതികമാണ്, പഞ്ചധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപഗോസ്വാമി പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഈ ആത്മാവിന്റെ സൈസ് 1/10,000 ഓഫ് ദ ടിപ്പ് ഓഫ് ദ ഹെയർ ആണ്. അതാണ് ആത്മാവിന്റെ സൈസ്. അതാണ് സട്ടിൽ സീഡ് ഫോമിലാണ്. അപ്പോൾ അതിന്റെ സട്ടിൽ സീഡ് ഫോം എന്നുള്ളത് ശരിക്കുള്ള ഫോമിലെ സ്വരൂപമായിട്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് ഭഗവാൻ എല്ലാം തരും. ഇവിടെ ആ സട്ടിൽ സീഡ് ഫോമിനെ ആവരണം ചെയ്തിരിക്കുകയാണ് 2 ശരീരങ്ങൾ. എന്തൊക്കെയാണ് 2 ശരീരങ്ങൾ? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ആ സോളിനെ ആദ്യം സൂക്ഷ്മ ശരീരം കവർ ചെയ്യുന്നു, പിന്നീട് സ്ഥൂല ശരീരം. അപ്പോൾ ആത്മാവും ശരീരവും തമ്മിൽ അന്തരായി, അല്ലേ? ആത്മാവും ശരീരം ഒന്നല്ല. പക്ഷെ നേരെ മറിച്ച് ആധ്യാത്മിക ലോകത്തിലോ അവിടെ ആത്മാവൊന്ന് ശരീരം മാറുന്ന അങ്ങനെയൊന്നുമില്ല. ലഡ്ഡു, ഗുലാബ് ജാം എവിടുന്ന് കഴിച്ചാലും മധുരാണ്, അല്ലേ? ഏത് സൈഡിൽ നിന്നും ഫുൾ. അതേപോലെ അവിടെ ആധ്യാത്മിക ലോകത്തിൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ ഫെയർ കോംപ്ലക്ഷൻ, ഒരാൾ ഡാർക്ക് കോംപ്ലക്ഷൻ, ഒരാൾ ബ്രൗണിഷ് കോംപ്ലക്ഷൻ, ഒരാൾ ഗ്രീനിഷ് കോംപ്ലക്ഷൻ, എന്ത് കോംപ്ലക്ഷൻ, അല്ലേ? ഒരാൾ ബ്യൂട്ടിഫുൾ, ഒരാൾ അഗ്ലി. നേരെ മറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ 1 millimeter ഡീപ്പാണ്. 1 millimeter ഡീപ്പുണ്ട് നമ്മുടെ ബ്യൂട്ടി. 1 millimeter നമ്മൾ സ്കിന്നിനെ ഒന്ന് ചരണ്ടി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരേപോലെയാണ്. സുജയ് പ്രഭുവിൻ്റെയും സിമി മാതാജിയുടെയും രൂപേശ്വരി മാതാജിയുടെയും പാർവതി മാതാജിയുടെയും
അതേ കാണുന്ന എല്ലാ മനുഷ്യരെയും എല്ലാ മൃഗങ്ങളുടെയും സെയിം ആണ്. വ്യത്യാസമുണ്ടോ? അപ്പൊ നമ്മൾ എല്ലാ മനുഷ്യരെയും 1 മില്ലിമീറ്റർ ഇഞ്ചില് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എവരിബഡി സെയിം, ഒരു വ്യത്യാസമില്ല. അപ്പൊ എന്താണ് ബ്യൂട്ടി? ദിസ് 1 millimeter thickness is the beauty. ഫെയർ കോംപ്ലക്ഷൻ പറയുന്നില്ല. എന്താണ് വാട്ട് ഈസ് ദിസ് ഫെയർ കോംപ്ലക്ഷൻ? അപ്പൊ ഈ സ്കിന്ന് എത്ര വ്യത്യാസം തരുന്നു അല്ലേ? അതാണ് അത്രയുള്ളൂ. അപ്പൊ ഇത് നമ്മളുടെ ആവരണം. അതേപോലെ സട്ടിൽ ബോഡി ആവരണം, അതിനും വ്യത്യാസമുണ്ട്. ധാതുക്കള് പഞ്ചഭൂതം എല്ലാവർക്കും ഒന്നാണ്. പക്ഷെ എന്താണ് അതിന്റെ വ്യത്യാസം? ജസ്റ്റ് 1 millimeter ഡീപ്പ്. അവര് സട്ടിൽ ബോഡിയിൽ വ്യത്യാസമുണ്ട്. ഓരോ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ സട്ടിൽ ബോഡി ഡിഫേഴ്സ്. എങ്ങനെ സട്ടിൽ ബോഡി ഡിഫർ ആവുന്നത്? The outer body, the gross body differs. That's why we have different shapes, different sizes, different appearances. And subtle body also has differences from person to person. In what way it is different? പൂർവജന്മ കർമ്മങ്ങൾ അനുസരിച്ച് പ്രഭുജി. ടേസ്റ്റ്, ഗുണം, desire. ഡിസൈർസ് ഡിഫറെന്റ് ആണ്, ബുദ്ധി ഡിഫറെന്റ് ആണ്, ആഗ്രഹങ്ങൾ, അതായത് മനസ്സിന്റെ സ്ഥിതി ഡിഫറെന്റ് ആണ്, ഇംപ്രഷൻസ് ഡിഫറെന്റ് ആണ്, കർമ്മം ഡിഫറെന്റ് ആണ്. എന്റെ കർമ്മഫലമായിരിക്കില്ല നിങ്ങളുടെ കർമ്മഫലം. അതായത് നമ്മളുടെ മൈൻഡിലാണ് നമ്മളുടെ വാസനകളും കർമ്മങ്ങളും എല്ലാം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഒരാളുടെ കർമ്മം ആയിരിക്കില്ല മറ്റൊരാളുടെ കർമ്മം. സോ സട്ടിൽ ബോഡി ആൾസോ ഡിഫേഴ്സ്. ഗ്രോസ് ബോഡി ഡിഫേഴ്സ്, സട്ടിൽ ബോഡി ഡിഫേഴ്സ്. ബട്ട് സോൾ, അത് ഒരു പശുവിൻ്റെ ആയാലും ശരി, ഒരു വൃക്ഷത്തിൻ്റെ ആയാലും ശരി, ഒരു ക്രിമിയുടെ ആയാലും ശരി, ഒരു മനുഷ്യൻ്റെ ആയാലും സോൾ ഇസ് സെയിം, സച്ചിദാനന്ദമാണ്. വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമില്ലാത്ത പൂർണ്ണ സ്വരൂപം നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ കിട്ടും. അവിടെ പിന്നെ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം, എൻ്റെ ബുദ്ധി, അവിടെ എൻ്റെന്ന് വരുന്നില്ല. ദർ ഇസ് നോ ഡിഫറൻസ്. അങ്ങനെ ഒരു ഇൻകൺസീവബിൾ ആണത്. നമ്മളിത് പറഞ്ഞ് ഞാനും എൻ്റെ കൈയും ഡിഫറെൻ്റ് ആണ് എന്നുള്ള ആ ഒരു കൺസെപ്ഷനാണ് നമുക്ക് എപ്പോഴും. അപ്പൊ ഈ കൈയ്യാണ്ട് പോയാൽ ഞാൻ ഇല്ലാതെ ഇല്ല അല്ലേ? കാല് പോയാൽ ഞാൻ ഇല്ലാതെ, അപ്പോഴും ഞാൻ ദ പേഴ്സണാലിറ്റി എക്സിസ്റ്റ്. പക്ഷെ ഭഗവത് ധാമില്, ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ലാത്തതുകൊണ്ട്, എല്ലാം സച്ചിദാനന്ദമായതായതുകൊണ്ട് നമുക്ക് മൈ ഹെഡ്, എവറിത്തിങ് ഇസ് മീ ഓൺലി. So at the end of his life, quits his body, thinking of Krishna, attains the transcendental nature of the Supreme Lord. But it is not true that a person who thinks of something other than Krishna attains the same transcendental state. അപ്പോൾ ഭഗവാനെ അല്ലാതെ വേറെ വല്ലതും നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ഭഗവാനെ നമുക്ക് ലഭിക്കില്ല, ഭഗവാന്റെ നേച്ചർ ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. ദിസ് ഈസ് എ പോയിന്റ് വി ഷുഡ് നോട്ട് വെരി കെയർഫുള്ളി. ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇൻസ്ട്രക്ഷൻ. ഭഗവാനെ സ്മരിച്ചാൽ മാത്രമേ ഭഗവാന്റെ ആ സ്റ്റേറ്റ്, ആ നേച്ചർ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ വല്ലതും സ്മരിച്ചാൽ ആ സ്റ്റേറ്റ് നമുക്ക് കിട്ടുള്ളൂ ആണ്. വി ഷുഡ് നോട്ട് വെരി കെയർഫുള്ളി. ഹൗ ക്യാൻ വൺ ഡൈ ഇൻ ദ പ്രോപ്പർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? മഹാരാജ ഭരത, although a great personality, thought of a deer at the end of his life, and so in his next life he was transferred to the body of deer. അപ്പൊ ഈ ശാസ്ത്രം, ഈ ലീലകളും ഇതെല്ലാം ഭഗവാൻ ഓരോ കാരണമുണ്ട് ഈ ലീലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കിങ് ഭരത ഈസ് എ പ്യൂർ ഡിവോട്ടി. അപ്പൊ ഈ കിങ് ഭരതനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ശുദ്ധഭക്തന്മാരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് ലീലകൾ കളിക്കാൻ പറ്റും. എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫാണ് നയിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് ഭവിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ലീലകൾ മുഴുവൻ. അതിന് ഭഗവാന്റെ വളരെ അടുത്തുള്ള കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സിനെ ഭഗവാൻ തിരഞ്ഞെടുക്കും.
ഒരു മിനിസ്റ്റർ വരുന്ന സമയത്ത് മിനിസ്റ്ററുടെ കൂടെ ഒരു എൻടോറേജ് ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ വളരെ വിശ്വസ്തരായിട്ടുള്ള അസോസിയേറ്റ്സ് ആയിരിക്കും. സ്ട്രീറ്റിലുള്ള ഏതെങ്കിലും കുറച്ച് ആൾക്കാർ പിക്കപ്പ് ചെയ്തിട്ട് അവരുടെ ആ എൻടോറേജിൽ ഇടുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഭഗവാന്റെ അവതരണ സമയത്ത്, ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സിനെയും കൂടെ കൊണ്ടുവരും. എന്നിട്ട് ഭഗവാൻ ഓരോ പൊസിഷൻ കൊടുക്കും. ജസ്റ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഭീഷ്മ പിതാമഹ, ഓക്കെ, ധർമ്മരാജ, യുധിഷ്ഠിര മഹാരാജ, ഭീമൻ, അർജുനൻ, ഇവരെല്ലാം ആക്ച്വലി അവര് എറ്റേണൽ അസോസിയേറ്റ് ആണ് ഭഗവാന്റെ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു റോള് കൊടുത്തിട്ട് വലിയൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നാടകം കളിക്കുകയാണ്. എന്തിനായി നാടകം കളിക്കുന്നത്? നമ്മളെപ്പോലുള്ളവർക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. നമ്മുടെ ഈ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും കൂടിയും പല ഫേസിലും കൂടിയും കടന്നു പോകുമ്പോൾ ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷനും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പ്രോആക്റ്റോ റീആക്റ്റോ അതിനെ ശരിക്കും ഡീൽ ചെയ്തില്ലെങ്കിൽ എന്ത് ഭവിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം. അതാണ് ഇവിടെ ഭരത് മഹാരാജാവിന്റെ കഥ പറയുന്നത്. ഭരത് മഹാരാജാവ് ഈവൻ പറയുന്നത്, ശാസ്ത്രം പറയുന്നത് ഭാവ സ്റ്റേജിലെത്തി എന്ന് പറയണത്. ഭരത് മഹാരാജ് തൻ്റെ ആർഭാടമായിട്ടുള്ള ജീവിതമെല്ലാം വിട്ട്, ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതമെല്ലാം വിട്ട്, എല്ലാ നൗക്കർ ചാക്കർ പിന്നെ രാജകീയമായിട്ടുള്ള ആ കംഫേർട്ട് ലെവലെല്ലാം വിട്ട് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിൽ പോയത്. അവിടെ ചെന്ന് ആ ഒരു മാനിന്റെ ആ ഒരു സിൽസിലയില് എല്ലാം മറന്ന് മാനിനോട് അറ്റാച്ച്മെന്റ് ആയി. നമ്മൾ എത്ര തന്നെ ഉയർന്നു നിന്നാലും ശരി, അവസാന നിമിഷത്ത് നമ്മുടെ അറ്റാച്ച്മെന്റ് മാനിനോടായാൽ മാനിനെ സ്മരിക്കും, മാനായിട്ട് മാറും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഭരത് മഹാരാജാവിന് ഭഗവാൻ തന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പൊ ഭാമ സ്റ്റേജ് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഓർഡിനറി സ്റ്റേജ്. എന്താണ്? ആദോ ശ്രദ്ധ തഥാ സാധുസംഗ ഭജനക്രിയ അനർത്ഥ നിവൃത്തി നിഷ്ഠ രുചി ആസക്തി ഭാവ പ്രേമ. ജസ്റ്റ് വൺ സ്റ്റെപ്പ് ബിലോ പ്രേമ. ആ സമയത്താണ് ഭരത് മഹാരാജാവിന് ആസക്തി ഉണ്ടായത്. ആസക്തി എന്ന് പറഞ്ഞാൽ ആസക്തിയല്ല, ആക്ച്വലി ആദ്യം ആ ഒരു പാവപ്പെട്ട പിഞ്ചു മാൻകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു തൻ്റെ ദൗത്യം എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ പിന്നീട് അത് ആസക്തി മാറി. അത് വേറൊരു ലെസൺ കൂടി പഠിക്കാനുള്ളത്, അതായത് നമ്മള് അസോസിയേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുടുക്കിൽ ചെന്ന് പെടും. അവിടെ ഭരത് മഹാരാജാവിനെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അസോസിയേഷൻ ഭരത് മഹാരാജാവ് ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ ഭരത് മഹാരാജാവിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. മഹാരാജ ഭരത്, although a great personality, thought of a deer at the end of his life, and so in his next life he was transferred into the body of deer. അപ്പൊ ശരിയല്ലേ, യം വാപി സ്മരൺ ഭാവം. എന്താണ് നമ്മൾ സ്മരിക്കുന്നത് അത് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ഭരത് മഹാരാജ് സ്മരിച്ചത്? ഡിയർ, മാനിനെ. അപ്പൊ മാനിന്റെ ദേഹം കിട്ടിയെടുത്ത ജന്മം വളരെ ക്ലിയർ. അപ്പോ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറഞ്ഞുതരാണ്. നമ്മൾ എന്ത് സ്മരിക്കുന്നു അത് നമ്മൾ ആയി തീരുമെന്ന് ഉള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ തരുന്നത്. സോ although as a deer he remembered his past activities, he had to accept that animal body. അപ്പൊ അതും ഒരു ഗുണപാഠമാണ്. അതായത് ഭഗവാന്റെ കൃപയുണ്ട്. കാരണം വെച്ചാൽ ഭാവ സ്റ്റേജിലെത്തിയ ആ ഭരത് മഹാരാജാവിന് എന്തോ ചെറു പെരശക്ക് പറ്റി. പക്ഷെ അങ്ങനെയുള്ള ഭരത് മഹാരാജന് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് തൻ്റെ മുമ്പത്തെ ജന്മത്തിലെ എല്ലാം ഓർമ്മ വന്നു. ഇനി വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. So, although as a deer he remembered his past activities, he had to accept the animal body. Of course, one's thoughts during the course of one's life accumulate to influence one's thoughts at the moment of death. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ എന്താണോ, എന്ത് ആക്ടിവിറ്റീസിലാണോ നമ്മൾ ഇടപെടുന്നത് ത്രൂ ഔട്ട് ദ ലൈഫ്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായിരിക്കും നമ്മൾ സ്മരിക്കുന്നത്. സോ ദിസ് ലൈഫ് ക്രിയേറ്റ്സ് വൺസ് നെക്സ്റ്റ് ലൈഫ്. അപ്പൊ ഈ ലൈഫാണ് നമ്മുടെ പ്രിപ്പറേഷൻ ടു അനദർ ലൈഫ്. ഈ ലൈഫിന്റെ സമം പോണം. അതായിരിക്കും നമ്മളുടെ എക്സാം സമയത്തുള്ള ഇത്.
ചിന്ത, അത് ആകത്തുക. നമ്മൾ എന്തിലായിരുന്നു, ഏത് ആക്ടിവിറ്റീസിലായിരുന്നു കൂടുതൽ ഇടപെട്ടിരുന്നത്, അതായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ ഓടുക. എല്ലാം ആ സമയത്ത് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ കാലത്തെ എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ. So if in one's present life one lives in the mode of goodness and always thinks of Krishna, it is possible for one to remember Krishna at the end of one's life. That will help one be transferred to the transcendental nature of Krishna. If one is transcendently absorbed in Krishna's service, then his next body will be transcendental, spiritual, not material. അപ്പൊ നമ്മള് ട്രാൻസെൻഡന്റ് ആണെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും ഭഗവാന്റെ ആ സ്മരണ ഉണ്ടായിരിക്കും. അല്ല മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് നമ്മളും ഓർമ്മിക്കും. നമ്മള് എന്ത് ആക്ടിവിറ്റീസിലാണോ കൂടുതൽ നമ്മൾ ഇടപഴകുന്നത്, അതായിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്. Therefore, the chanting of Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare is the best process for successfully changing one's state of being at the end of one's life. അതുകൊണ്ട് പ്രഭാത പർപ്പോട്ടിൽ നമ്മൾ പറയുന്നു, വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും നമ്മൾ ചാൻറ്റ് ചെയ്ത മിനിമം 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല, ഭഗവാന്റെ കൃപ കൊണ്ടേ നടക്കുള്ളൂ. നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ ഇത്ര കാലം നന്നായി ചാൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാനെ സ്മരിക്കും എല്ലാ അമ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഭഗവാനെ ഒരു ആശ്രയിച്ച് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് ഇതെല്ലാം നടന്നു വരുന്നുള്ള ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവ് എന്ന് അവിടെ വന്നാൽ അപ്പൊ പോയി. That is one state of being at the end of one's life. This beautiful sloga. Yam yam vapi smaran bhavam yajidante kalevaram tam tam evaiti kaunteya sada tad bhava bhavidaha. Okay. Any questions or any comments? നമ്മൾ അടുത്ത ശ്ലോകം എടുക്കുന്നതിന് മുമ്പേ ഹരേ കൃഷ്ണ പ്രഭുജി, ഇതിപ്പോ ഭരത മഹാരാജാവിന് മാനായിട്ട് അടുത്ത ജന്മം തന്നെ കിട്ടി. പക്ഷെ സാധാ നമ്മളെപ്പോലുള്ളവർക്ക് മീൻസ് ഒരുപാട് ജന്മങ്ങൾ മീൻസ് ഇതിപ്പോ അദ്ദേഹം അത്രയും വലിയൊരു ഭക്തനായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ തന്നെ മാനിന്റെ കിട്ടി. അപ്പൊ സാധാ നമ്മളിപ്പോഴുള്ള ആളുകൾക്കൊക്കെ എന്തായിരിക്കും ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും പ്രാക്ടീസിങ് ഡിവോട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൈവിടിയില്ല ഭഗവാൻ. നമ്മളുടെ സിൻസിയറിറ്റിയാണ് നോക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. നമ്മൾ സിൻസിയർ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവിടെയും ഇവിടെ എന്തെങ്കിലും ലാപ്സ് വരാണെങ്കിൽ ഒരു ഗ്രേസ് മാർക്ക് ഭഗവാൻ തരും നമുക്ക്, അല്ലേ? എപ്പോഴും ഭഗവാൻ ഒരു ഗ്രേസ് മാർക്ക് നമുക്ക് തരും. നമ്മൾ 100% പെർഫെക്റ്റ് അല്ല ആരും, എസ്പെഷ്യലി കലിയുഗത്തില് ആകാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ആ സമയം, നമ്മൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ടോട്ടലി കണ്ടാമിനേറ്റഡ് ആണ് എല്ലാ വിധത്തിലും. അപ്പൊ നമ്മളുടെ ആ ഒരു ലിമിറ്റേഷൻ ഭഗവാൻ അറിയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ലൈറ്റായിട്ട് എടുക്കാനും പാടില്ല. സോ ഇഫ് യു ആർ സിൻസിയർ ഇൻ അവർ എഫേർട്ട്, ദാറ്റ്സ് ഇനഫ്. അതാണ് പ്രഭുപാദ് പറയുന്നത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, 16 മാല നന്നായിട്ടില്ല, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക. ഐ വിൽ ടേക്ക് യു ത്രൂ ബാക്ക് ഡോർ. കാരണം അറിയാം പ്രഭുപാദിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവരെ രണ്ടുപേർ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും നമ്മൾ കമ്മിറ്റ് ചെയ്താൽ മതി. ഫോളോ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ആൻഡ് സിൻസിയർലി chant the 16 rounds committed. Rest I will take care. എന്താണ് കാരണം? അതന്നെ വലിയ കാര്യമാണ്. കലിയുഗത്തിൽ ഇത്രയും ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്.
ബാക്കി ഭഗവാന്റെ സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മളുടെ കഴിവിനനുസരിച്ചിട്ട്. ഇത്രയും നമ്മൾ പിന്നെ ആ സിൻസിയർ ആറ്റിറ്റ്യൂഡ്, ഭഗവാന് സേവനം ചെയ്യണം, ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് ബാക്കി അൺനെസറി പ്രജൽപ, അൺനെസറി ഗ്രാമ്യകഥ, അൺനെസറി മെറ്റീരിയൽ ഓപ്പുലൻസസിനുള്ള പിന്നാലെ ഉള്ള ഓട്ടം, ഇതൊക്കെ നിർത്തണം. ഓഫ്കോഴ്സ് ഭഗവാന്റെ സേവനത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ താനെ ബാക്ക് സീറ്റ് എടുക്കും. അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത് ട്രൈ ടു അസോസിയേറ്റ് വിത്ത് ഡിവോട്ടീസ്. ഡിവോട്ടി അസോസിയേഷനിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആരെങ്കിലും കൊട്ടിക്കൊണ്ടിരിക്കും. പ്രഭു അങ്ങനെ ചെയ്യാൻ പാടില്ല, മാതാജി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. വി മേ നോട്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, നമ്മളെ മറ്റൊരാൾ ചാസ്റ്റൈസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമായിരിക്കില്ല. പക്ഷെ എങ്കിലും അങ്ങനെ പറയാൻ ആളില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും ഇഷ്ടമുണ്ടായിട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടാൽ നമ്മുടെ മനസ്സിൽ ഇത് ചെയ്യുന്നത് തെറ്റാണ്, നമ്മുടെ കോൺഷ്യസ്നെസ് പറയും, നമ്മൾ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഡിവോട്ടീസ്, സ്റ്റേ ഇൻ ദർ അസോസിയേഷൻ ദാൻ സ്റ്റേയിങ് ഇൻ മെറ്റീരിയൽ അസോസിയേഷൻ. ഇവിടെ നമ്മൾ പറയും ഒരു ഡിവോട്ടി ആയിട്ടും ഈ ഡിവോട്ടിയെ നമ്മൾ നോക്കുമ്പോൾ മെറ്റീരിയലി ഓറിയന്റഡ് പീപ്പിൾ എത്രയോ നല്ലതെന്ന് പറയും ചില സമയത്ത് അല്ലേ. ചില സമയത്ത് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു ഭക്തനായിട്ടും ഇങ്ങനെയാണ്. അപ്പൊ അവരെ കണക്കാക്കുമ്പോൾ ഒരു ഭൗതികവാദി എത്രയോ നല്ലതാണ്. പക്ഷെ ഭൗതികവാദിയുടെ കൂടെ പോയാൽ എന്താ, നമ്മൾ ബാക്കിലോട്ടായിരിക്കും സഞ്ചരിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും ശരി, വിൽ സ്റ്റിക്ക് ടു ദ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, വിൽ ട്രൈ ടു ഡു മാക്സിമം ഡിവോഷണൽ ആക്ടിവിറ്റീസ്. കാരണം വെച്ചാൽ എപ്പോഴേലും ഒക്കെ കൊട്ടിക്കൊണ്ടിരിക്കും അവര്. അപ്പൊ അത് നമ്മുടെ മനസ്സിനെ അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ അതിന്ന് ഈ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഡിവോട്ടി അസോസിയേഷൻ ഈസ് എ മസ്റ്റ്. അത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈസ് വെരി ഈസി ടു ഡ്രിഫ്റ്റ് അവേ, വെരി ഈസി. And there should be somebody to monitor, there should be somebody to mentor you, there's somebody whom you are accountable or responsible to. അത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ വിൽ ടേക്ക് ഇറ്റ് ആസ് വെരി ലൈറ്റ്ലി. Okay. Any other points? Hari bol Prabhu. Hare Krishna. Artha Shlokam 7. Tasmat sarveshu kaleshu mamanusmara yudhya cha mayarpida mano buddhir mam evaisya samshaya. Tasmat sarveshu kaleshu mamanusmara yudhya cha mayarpida mano buddhir mam evaisya samshaya. Simi Mataji and Parvati Mataji. Hare Krishna. Tasmat sarveshu kaleshu mamanusmara yudhya cha mayarpita mano buddhir mamevaisya asamshayah. Parvati Mataji. Therefore, Arjuna, you should always think of me in the form of Krishna and at the same time carry out your prescribed duty of fighting. With your activities dedicated to me and your mind and intelligence fixed on me, you will attain me without doubt. Very good. Tasmat, therefore. എന്താണ് അപ്പൊ നമ്മുടെ അതിന്റെ മുമ്പിലത്തെ ശ്ലോകം അല്ലേ? എപ്പോഴും അതുകൊണ്ട് നമ്മുടെ യം വാപി സ്മരൺ ഭാവം ത്യജിത് അന്തേ കലൈവരം അല്ലെ. നമ്മുടെ ജീവൻ വെടിയുന്ന സമയത്ത് ഭഗവാനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സർവേഷു കാലേഷു, എല്ലാവരും എല്ലാ സമയത്തും എന്ത് ചെയ്യണം? എന്നെ സ്മരിക്കണം. ഇവിടെ അർജുനോട് പറയുമ്പോ എന്താ പറയണ? മാം അനുസ്മര യുദ്ധ്യച്ച. അതായത് അർജുനൻ തന്റെ ദൗത്യം നിർവഹിക്കണം, അതേ സമയത്ത് ഭഗവാനെ സ്മരിക്കും വേണം. വെറും യുദ്ധം ചെയ്താൽ പോരാ, ഭഗവാനെ സ്മരിക്കും വേണം.
അതാണ് therefore അർജുന യു ഷുഡ് ഓൾവേസ് തിങ്ക് ഓഫ് മീ ഇൻ ദ ഫോം ഓഫ് കൃഷ്ണ. എന്താ പ്രഭുപാദ പ്രത്യേകിച്ച് എന്ത് എഴുതിയിരിക്കുന്നത്? ഇൻ ദ ഫോം ഓഫ് കൃഷ്ണ. മാം എന്നായിരുന്നു. മാം ആരാണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണനാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണനെ സ്മരിക്കണം അല്ലേ? ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് യുവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ഓഫ് ഫൈറ്റിംഗ്. തന്റെ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. ഓ, ഞാൻ എപ്പോഴും 24 മണിക്കൂറും ചാൻഡ് ചെയ്യാം, വേറൊരു ജോലിയും ചെയ്യില്ല എന്ന് പറഞ്ഞ് നടക്കില്ല. അത് പറഞ്ഞില്ല, പ്രഭാതം പറഞ്ഞില്ല, ഒരാളും പറഞ്ഞില്ല. താൻ ഏത് ആശ്രമത്തിലാണോ ഇരിക്കുന്നത് ആ ആശ്രമത്തിലെ ദൗത്യം നിറവേറ്റണം. ഇവിടെ ക്ഷത്രിയനാണ് അർജുനൻ. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? ടു പ്രൊട്ടക്ട് ദ സബ്ജക്ട്സ്, പ്രൊട്ടക്ട് ദ സിറ്റിസൺ. അപ്പൊ അതിന് ചിലപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം. ഇപ്പൊ അവിടെ യുദ്ധത്തിന്റെ സ്ഥലത്താണ് അല്ലെ, യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അർജുന അതിന് ഓടിപ്പോടരുത്. എന്നെ സ്മരിക്കുക, യുദ്ധം ചെയ്യുക. എന്നെ സ്മരിക്കുക, യുദ്ധം ചെയ്യുക. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച. So you should always think of me in the form of Krishna, and at the same time carry out your prescribed duty of fighting. So with your activities dedicated to me and your mind and intelligence fixed on me, you will attain me without doubt. ഒരു സംശയമില്ല. അപ്പൊ ഇത്രയും വലിയ ഒരു ഗ്യാരണ്ടി അല്ലെ നമുക്ക് ഭഗവാൻ തരുന്നത്. അത് ചെയ്താൽ, അത്രമാത്രം ചെയ്താൽ മതി. എനിക്ക് വേണ്ടി എനിക്ക് സമർപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സമർപ്പിക്കുക, എന്നെ സ്മരിക്കുക. ഇന്റലിജൻസ് ഫിക്സ്ഡ് അപ്പോൺ മീ. ബുദ്ധി, അതായത് നമ്മൾ സാധാരണ ബുദ്ധി നമ്മളുടെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളിൽ ആണ് ഉപയോഗിക്കുക. ഇവിടെ അതല്ല പറയുന്നത്. ഇന്റലിജൻസ് ഫിക്സ്ഡ് അപ്പോൺ മീ, യു വിൽ അറ്റൈൻ മീ വിത്തൗട്ട്. തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കും. അപ്പൊ അത്രയും ഗ്യാരണ്ടിയാണ് ഭഗവാൻ പറയുന്നത്. സോ ദിസ് ഇൻസ്ട്രക്ഷൻ ടു അർജുന ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ മെൻ എൻഗേജ് ഇൻ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അത് അർജുനനോടാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നതെങ്കിലും കൂടിയിട്ട് നമ്മളെപ്പോലുള്ളവർക്കാണ് ഈ നിർദ്ദേശം. അർജുനൻ എന്താണ് അവിടെ? നിമിത്ത മാത്രം ഭവസവ്യസാക്ഷി. നിമിത്തം മാത്രം, വെറും നിമിത്തം മാത്രമാണ് കാരണം അല്ലെ. അപ്പൊ അർജുനെ അവിടെ നിമിത്തം മാത്രമാക്കിയിട്ട് നമുക്ക് തരുന്ന ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശമാണ് ഈ ഭഗവത്ഗീത. സോ ലോർഡ് ഡസ് നോട്ട് സേ ദാറ്റ് വൺ ഷുഡ് ഗിവ് അപ്പ് ദ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഓർ എൻഗേജ്മെന്റ്. ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല തന്റെ കർത്തവ്യം ചെയ്യരുത്, തന്റെ ദൗത്യം ഒളിച്ചോടണം എന്ന് പറഞ്ഞിട്ടില്ല. വൺ ക്യാൻ കണ്ടിന്യൂ ദം ആൻഡ് അറ്റ് ദ സെയിം ടൈം തിങ്ക് ഓഫ് കൃഷ്ണ ബൈ ചാൻഡിങ് ഹരേ കൃഷ്ണ. ദിസ് വിൽ ഫ്രീ one from material contamination and engage the mind intelligence in Krishna. അപ്പോൾ ഇതിനുള്ള വളരെ സരളമായിട്ടുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത് ഭഗവാൻ അർജുനൻ മുഖേന നമുക്ക് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടുന്നുള്ള ആ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണം. നമ്മളുടെ വർണ്ണത്തിന്റെയും ആശ്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളെ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിഷിദ്ധാചാരങ്ങൾ അല്ലെ, അതൊന്നും പാടില്ല. എന്താണോ ചെയ്യാൻ പാടുന്നുള്ളത് അത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനും പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. സോ ദിസ് വിൽ ഫ്രീ ഫ്രം മെറ്റീരിയൽ കണ്ടാമിനേഷൻ ആൻഡ് എൻഗേജ് ദ മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് കൃഷ്ണ. ബൈ ചാൻഡിങ് കൃഷ്ണാസ് നെയിംസ് വൺ വിൽ ബി ട്രാൻസ്ഫേർഡ് to the supreme planet Krishna Loka without doubt. Oh, യാന്തി ദേവ പ്രതാദേവൻ പൃഥർ യാന്തി പൃഥർഗതം അല്ലെ. നമ്മൾ ഏത് ലോകത്തിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെ ഉപാസിക്കുന്നു അതനുസരിച്ചായിരിക്കും. ദേവന്മാരെ ഉപാസിച്ചാൽ ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകും. പിതൃക്കളെ ഉപാസിച്ചാൽ പിതൃക്കളുടെ ഉപാസന അല്ലെ. അതേപോലെ ഭൂതപ്രേത പിശാചികളെ വെച്ചാൽ അവരുടെ ലോകത്തിലേക്ക് പോകും. ഭഗവാനെ നമ്മൾ ഉപാസിച്ചാൽ ഭഗവാൻ ലോകത്തിലേക്ക് പോകും. So by chanting Krishna's names, one will be transferred to supreme planet Krishna Loka without a doubt. ഒരു സംശയമില്ല. ഭഗവാനെ സ്മരിച്ചാൽ യം യം വാപി സ്മരൺ ഭാവം അല്ലെങ്കിൽ അന്തകാലേച്ച മാമയോ
നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാന്റെ ലോകത്തേക്ക് തീർച്ചയായിട്ടും പോവും എന്ന് അടിവര ഇട്ടിട്ട് ഇവിടെ പറയാം. പ്രഭുപാദ പർപ്പോട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആണ് ടെക്സ്റ്റ് 7-ലുള്ളത്. എന്തെങ്കിലും കമന്റ്സോ ചോദ്യങ്ങളുണ്ടോ? യെസ്, അടുത്ത ക്ലാസ്സിൽ ടെക്സ്റ്റ് 8 നോട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമന്റ്സ്? ക്ലിയർ? Clear, Prabhu. Yes, Prabhuji. Okay. Simi Mataji, Archana Mataji, Parvati Mataji. Anything to share? Okay. Vancha kalpata rubhesha kripa sindhu bevacha patidanam pavanebhyo vaishnavebhyo namo namaः. Ananta Kodi Vaishnava ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai. Taigo Premanande.